രാജീവ് ചന്ദ്രശേഖർ ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെ ഇറങ്ങിയിരിക്കുന്നു. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഇന്നലെ പുറത്തുവിട്ട വാർത്ത. അഭിഭാഷകനായ ജഗദീഷ് ഉയർത്തിയ ആരോപണം ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിയിരിക്കുന്ന ആരോപണം, ചീഫ് ജസ്റ്റിസിന് വന്നിരിക്കുന്ന പരാതി, ആ ചോദ്യങ്ങളോട് മറുപടി പറയാതെ മറു ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. വളരെ വേഗം തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. റോഷിപാലുണ്ട്. റോഷിപാൽ, തുടരെയുള്ള ചോദ്യങ്ങൾക്ക് മറു ആരോപണം മറുപടി, വളരെ വേഗം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തിനായിരുന്നു ഈ വാർത്താ സമ്മേളനം? ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നും മറുപടി പറയാതെ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും മോശമായ ആംഗ്യം കാണിച്ചാണ് ഏറ്റവും ഒടുവിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ആ മീഡിയ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അതൊരു പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഏറ്റവും അപമാനകരമായ രീതിയിലുള്ള ഒരു ആംഗ്യം കാണിച്ചു. റിപ്പോർട്ടർ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളെയും ഇങ്ങോട്ടേക്ക് BJP സംസ്ഥാന കമ്മിറ്റി വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തിയത്. പക്ഷേ റിപ്പോർട്ടറിന് മറുപടിയില്ല എന്ന് തുടക്കം മുതൽ പറയുന്നു. BJPയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അതിനേക്കാൾ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഏതായാലും ഈ അഴിമതി ആരോപണത്തിന്, ഭൂമി കുംഭകോണത്തിന് ഒരു മറുപടിയും രാജീവ് ചന്ദ്രശേഖർ ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം. ഒരു അക്ഷരം പോലും കൃത്യമായി മറുപടി പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒളിച്ചോടിയത്. ഏറ്റവും ഒടുവിൽ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഏറ്റവും മോശമായ ഒരു പൊതുപ്രവർത്തകൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആംഗ്യം പ്രയോഗിച്ചാണ് ഇറങ്ങിപ്പോയത്.